വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ചേഞ്ചസ് വ്രോട്ട് ബൈ അയൺ, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. At the beginning of this lesson, you can see a map of our India. In this map, the names of such rivers are mentioned. So first of all, you want to observe the map well and you want to write the names of each rivers from the given map. So here is a question for you. Which are the rivers marked in the given map? തന്നിട്ടുള്ള ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നദികൾ ഏതെല്ലാം? ഏതൊക്കെ നദികൾ കാണാം? ഇൻഡസ് റിവർ, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ആൻഡ് ഗംഗാ റിവർ. ഇൻഡസ് റിവർ അതായത് സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളായിട്ടുള്ള ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളും ഗംഗാ റിവറുമാണ് ഈ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്, അല്ലേ? Here is a question for you. Which among them flow through the northwest region of India? തന്നിട്ടുള്ള ഭൂപടത്തിൽ 7 റിവേഴ്സിൻ്റെ പേര് കാണാൻ കഴിയും, അല്ലേ? ഈ 7 റിവേഴ്സിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തിലൂടെ ഒഴുകുന്ന റിവേഴ്സ് ഏതെല്ലാം? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാം? ആദ്യം നിങ്ങൾ ഡിറക്ഷൻസ് പഠിക്കണം, അല്ലേ? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഡിറക്ഷൻ എവിടെയാണ്? ഈ ഡിറക്ഷൻസ് ഒന്ന് നോക്കൂ. ഈ പിക്ചറിൽ എൻ എന്ന് കൊടുത്തതായിട്ട് കാണും. എൻ എന്നത് നോർത്ത് എന്നതാണ്, വടക്ക് ദിശയാണ്. എന്നിന് നേരെ ഓപ്പോസിറ്റായിട്ട് എസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് സൗത്ത്, തെക്ക് ദിശയാണത്. ഡബ്ല്യു എന്ന് കൊടുത്തിട്ടുണ്ട്. ഡബ്ല്യു എന്നത് വെസ്റ്റ് ആണ്, പടിഞ്ഞാറ് ദിശയാണ്. ഡബ്ല്യുയുടെ നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റ് ദിശയാണത്, അതായത് കിഴക്ക് ദിക്കാണത്. എന്നിനും ഈക്കും ഇടയിലായിട്ട് ഒരു സബ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് NE നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്. എസ്സിനും ഈക്കും ഇടയിലായിട്ട് ഒരു സബ് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, SE സൗത്ത് ഈസ്റ്റ്, അതായത് തെക്ക് കിഴക്ക്. എസ്സിനും ഡബ്ല്യുക്കും ഇടയിലായിട്ട് വേറൊരു സബ് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് SW സൗത്ത് വെസ്റ്റ്. എന്നിനും ഡബ്ല്യുക്കും ഇടയിലായിട്ട് വേറൊരു സബ് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് NW നോർത്ത് വെസ്റ്റ്, വടക്ക് കിഴക്ക്. ഇതിൽ ഏതാണ് നോർത്ത് വെസ്റ്റ് ഡിറക്ഷൻസ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഈ ചിത്രത്തിലോട്ടൊന്ന് നോക്കൂ. റൗണ്ട് ചെയ്ത ഭാഗം കണ്ടില്ലേ? ഇതാണ് നോർത്ത് വെസ്റ്റ് ഡിറക്ഷൻ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തിലൂടെ ഒഴുകുന്ന നദികളാണ് ഇൻഡസ്, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. അതായത് ഇൻഡസ് റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസുമാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിലൂടെ ഒഴുകുന്നത്. The Harappan civilization that we discussed earlier had flourished along this river basin. 5th സ്റ്റാൻഡേർഡിൽ തന്നെ 2nd ചാപ്റ്ററിലൂടെ നിങ്ങൾ സ്റ്റോൺ ഏജിനെ കുറിച്ചിട്ടും ചാൽക്കോലിത്തിക് പീരീഡിനെ കുറിച്ചും ബ്രോൺസ് ഏജ് പീരീഡിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ബ്രോൺസ് ഏജ് പീരീഡിൽ 4 ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അതിൽ ഹരപ്പൻ സിവിലൈസേഷൻ, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രോൺസ് ഏജ് സിവിലൈസേഷനാണ് ഹരപ്പൻ സിവിലൈസേഷൻ. ഹരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് ഇൻഡസ് റിവറിൻ്റെ തീരത്താണ്, അതായത് സിന്ധു നദിയുടെ തീരത്താണ്. സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും ഉൾക്കൊള്ളുന്ന ആ പ്രദേശം അറിയപ്പെടുന്നത് സപ്ത സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് റിവർ ബേസിൻ എന്ന പേരിലാണ്. ഹരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തത് ഇൻഡസ് റിവർ ബേസിനിലാണ്, അല്ലെങ്കിൽ സപ്ത സിന്ധു പ്രദേശത്താണ്. Around 3,500 years ago, a group of people, namely Aryans, migrated to this region. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ പ്രദേശത്തിലോട്ട് കുടിയേറി, ഇങ്ങോട്ട് മൈഗ്രേറ്റ് ആയിട്ട് വന്നു. The Vedas provide us information about them. വേദങ്ങളിൽ നിന്നാണ്
ആര്യൻസ് എന്ന ഈ വിഭാഗത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. The Vedas are composed in Sanskrit language. വേദങ്ങളിലെ ഭാഷ സംസ്കൃത ഭാഷയാണ്. In the earlier period, the Vedas are passed orally from generation to generation. ആദ്യകാലങ്ങളിലൊക്കെ വേദങ്ങൾ വാമൊഴിയായിട്ടാണ് പ്രചരിച്ചിരുന്നത്. ഒരു തലമുറ മറ്റൊരു തലമുറയിലോട്ട് വാമൊഴിയിലൂടെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവനുസരിച്ചാണ് വേദങ്ങൾ പാസ് ചെയ്തിരുന്നത്, കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത്. The period during which the human life as depicted in the Vedas existed is known as the Vedic period. വേദകാലം എന്നറിയപ്പെടുന്നത് വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിട്ടുള്ള കാലമാണ്. വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള മനുഷ്യജീവിതം നിലനിന്നിരുന്ന പീരീഡാണ് വേദിക് ഏജ് അല്ലെങ്കിൽ വേദകാലഘട്ടം എന്നറിയപ്പെടുന്നത്. The period during which the human life as depicted or described in Vedas are known as Vedic period. വേദിക് പീരീഡ് എന്ന് പറയുന്നത് വേദങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള മനുഷ്യ ജീവിതമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. വേദിക് പീരീഡ് 1500 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ് വേദിക് പീരീഡ്. ഈ വേദിക് പീരീഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഋഗ്വേദിക് പീരീഡ് എന്നും ലേറ്റർ വേദിക് പീരീഡ് എന്നും രണ്ടായിട്ട് വേദിക് പീരീഡിനെ ഡിവൈഡ് ചെയ്യുന്നു. ഋഗ്വേദിക് പീരീഡിന്റെ കാലഘട്ടം 1500 BC മുതൽ 1000 BC വരെയാണ്. ലേറ്റർ വേദിക് പീരീഡിന്റെ കാലഘട്ടം 1000 BC മുതൽ 600 BC വരെയാണ്. ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത് ഋഗ്വേദയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മനുഷ്യജീവിതമാണ് ഋഗ്വേദിക് പീരീഡ്. ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത് സാമവേദ, യജുർവേദ, അഥർവവേദ എന്നീ വേദങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മനുഷ്യജീവിതമാണ്. What information do you obtain from the chart? ഈ ഒരു ഫ്ലോ ചാർട്ടിലൂടെ എന്തെല്ലാം ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇതിൽ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? The period between 1500 BC to 600 BC is known as the Vedic period. BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദിക് കാലഘട്ടം. സെക്കൻഡ് പോയിന്റ് ആണ് ഋഗ്വേദ is the earliest among the Vedas. 4 വേദങ്ങളുണ്ട്. അവയാണ് ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ഈ 4 വേദങ്ങളിൽ ആദ്യം രചിച്ച വേദമാണ് അല്ലെങ്കിൽ ഏറ്റവും പഴയ വേദമാണ് ഋഗ്വേദ. The period of human life described in the Rigveda is known as the Vedic period. Rigvedic period. Okay. So, ഋഗ്വേദ എന്ന വേദത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മനുഷ്യ ജീവിതം നിലനിന്ന കാലഘട്ടമാണ് ഋഗ്വേദിക് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് കൂടി അവിടെ ആഡ് ചെയ്യണം. അതും കൂടി നോക്കാം. The period between 1500 BC and 1000 BC is the Rigvedic period. വേദിക് പീരീഡിന്റെ കാലഘട്ടം 1500 BC മുതൽ 600 BC വരെയാണ്. അതിൽ ഋഗ്വേദിക് പീരീഡിന്റെ കാലഘട്ടം 1500 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ്. Next point, the period of human life described in the Samaveda, Yajurveda and Atharvaveda is known as the later Vedic period. സാമവേദ, യജുർവേദ, അഥർവവേദ എന്നീ വേദങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മനുഷ്യജീവിതം നിലനിന്ന കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ദ പീരീഡ് ബിറ്റ്വീൻ 1000 BC to 600 BC ഈസ് ദി ലേറ്റർ വേദിക് പീരീഡ്. 1000 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ്, പിൽക്കാല വേദ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. There are such important question for you. First one, what do you mean by the Vedic age? വേദിക് കാലഘട്ടം അല്ലെങ്കിൽ വേദിക് പീരീഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? The period
during which the human life as depicted in the Vedas existed is known as the Vedic age. വേദങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലഘട്ടമാണ് വേദിക് കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ മൈഗ്രേറ്റഡ് ടു ദ ഇൻഡസ് റിവർ ബേസിൻ അറൌണ്ട് 3500 years ago. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ് റിവർ ബേസിനിലോട്ട് കുടിയേറി വന്ന ഒരു വിഭാഗം ജനങ്ങളുടെ പേരെന്താണ്? അവരുടെ പേരാണ് ആര്യൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പീരീഡ് ഓഫ് ദി വേദിക് ഏജ്? വേദിക് ഏജിൻ്റെ കാലഘട്ടം എന്താണ്? വേദിക് പീരീഡ് ഏത് കാലം മുതൽ ഏത് കാലം വരെയാണ് നിലനിന്നിരുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. So answer, the Vedic age is placed between 1500 BC to 600 BC. 1500 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ് വേദിക് കാലഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് റീജിയൻ ആര്യൻസ് ഫസ്റ്റ് സെറ്റിൽഡ് ഇൻ വേദിക് പീരീഡ്? വേദിക് പീരീഡിൽ ആര്യന്മാർ ആദ്യമായി താമസമുറപ്പിച്ചത് എവിടെയാണ്? ആൻസർ, ഇൻ ദി റീജിയൻ ഓഫ് സപ്തസിന്ധു. ഇൻഡസ് റിവർ ബേസിനിൽ അല്ലെങ്കിൽ സപ്തസിന്ധു പ്രദേശത്താണ് ആര്യന്മാർ ആദ്യം വന്ന് താമസം ഉറപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് സോഴ്സസ് വി ഗോട്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ആര്യൻസ്? ആര്യൻ എന്ന ജനവിഭാഗത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന സോഴ്സ് ഏതാണ്? എന്തിൽ നിന്നാണ് നമുക്കുള്ള എവിഡൻസ് കിട്ടുന്നത്? ആൻസർ, the Vedas provide us information about the Vedic age. വേദിക് കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദി വേദാസ്? വേദങ്ങളിലെ ഭാഷ ഏതാണ്? ആൻസർ, ദ വേദാസ് ആർ കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിത് ലാംഗ്വേജ്. വേദങ്ങളിലെ ഭാഷ സംസ്കൃത ഭാഷയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ വേദിക് ഏജ് ഡിവൈഡഡ്? എങ്ങനെയാണ് വേദിക് കാലഘട്ടത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, വേർതിരിച്ചിട്ടുള്ളത്? ആൻസർ, ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ദ വേദിക് പീരിയഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 phases. സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടിനെ അടിസ്ഥാനമാക്കി വേദിക് പീരിയഡിനെ 2 phases ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് ഋഗ്വേദിക് ഏജ് ആൻഡ് ലേറ്റർ വേദിക് ഏജ്. വേദിക് പീരിയഡിനെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് കൊണ്ട് 2 phases ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് ഋഗ്വേദിക് പീരിയഡ് ആൻഡ് ലേറ്റർ വേദിക് പീരിയഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി വേദാസ് ആർ ദർ? നെയിം ദം. എത്ര വേദങ്ങളുണ്ട്? അവയുടെ പേര് എന്താണ്? there are 4 വേദാസ്. എത്ര വേദങ്ങളുണ്ട്? 4 വേദങ്ങളുണ്ട്. അവയാണ് ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഋഗ്വേദിക് പീരിയഡ്. ഋഗ്വേദിക് പീരിയഡിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. ആൻസർ, ഫസ്റ്റ് പോയിന്റ്, the period of human life described in the Rigveda is known as the Rigvedic period. ഋഗ്വേദ എന്ന വേദത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മനുഷ്യജീവിതം നിലനിന്ന കാലഘട്ടമാണ് ഋഗ്വേദിക് കാലഘട്ടം. സെക്കൻഡ് പോയിന്റ്, the period between 1500 BC to 1000 BC is known as the Rigvedic period. 1500 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദിക് കാലഘട്ടം. തേർഡ് പോയിന്റ്, ഋഗ്വേദ is the earliest among the Vedas. വേദങ്ങളിൽ ഏറ്റവും ആദ്യത്തെ വേദമാണ് ഋഗ്വേദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലേറ്റർ വേദിക് പീരിയഡ്? പിൽക്കാല വേദിക് കാലഘട്ടം എന്നാൽ എന്താണ്? The period of human life described in the Samaveda, Yajurveda and Atharvaveda is known as the later Vedic period.
പിൽക്കാല വേദിക് കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമവേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മനുഷ്യജീവിതം നിലനിന്ന കാലഘട്ടമാണ്. നെക്സ്റ്റ് ടോപ്പിക്, കാറ്റിൽ ദ മെഷർ ഓഫ് വെൽത്ത്. Let us see the observation made by the famous historian A.L. Basham on the Aryan social life during the Rigvedic period. ഋഗ്വേദിക് കാലഘട്ടത്തിൽ ആര്യന്മാരുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള A.L. ബാഷാം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. The farmers prayed for the increase of cattle, the warriors expected cattle as booty, and the sacrificial priest was rewarded with cattle for his service. ഋഗ്വേദിക് കാലഘട്ടത്തിൽ കർഷകർ പ്രാർത്ഥിച്ചത് കാറ്റിലിനെ അല്ലെങ്കിൽ കന്നുകാലികളെ കിട്ടാനായിരുന്നു. വാരിയേഴ്സ് ആണെങ്കിലോ യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രീസ്റ്റ് അതായത് പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയതോ കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഋഗ്വേദിക് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെൽത്തായിരുന്നു കന്നുകാലികൾ അല്ലെങ്കിൽ കാറ്റിൽ. ഡ്യൂറിംഗ് ദ ഋഗ്വേദിക് പീരീഡ്, കാറ്റിൽ were considered to be the most important form of wealth. ഋഗ്വേദ കാലഘട്ടത്തിലെ വെൽത്ത് സമ്പത്ത് എന്നത് കന്നുകാലികളായിരുന്നു. The main occupation was cattle rearing. ആര്യന്മാരുടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ, മേജർ ഒക്യുപ്പേഷൻ എന്നത് കാറ്റിൽ റിയറിങ് കന്നുകാലികളെ വളർത്തലായിരുന്നു. പീപ്പിൾ വർ ഓൾസോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ജനങ്ങൾ കൃഷിയിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. മേജർ ഒക്യുപ്പേഷൻ എന്ന് ചോദിച്ചാൽ കാറ്റിൽ റിയറിങ് ആണ്, കന്നുകാലികളെ വളർത്തലാണ്. ദെൻ ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻസ് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കാറ്റിൽ റിയറിങ്ങും അഗ്രികൾച്ചറുമാണ്. ദ മെയിൻ ക്രോപ്പ് വാസ് ബാർലി. ആ കാലഘട്ടത്തിലെ കൃഷി ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിളയായിരുന്നു ബാർലി. ദ ഗ്രൂപ്പ്സ് ഓഫ് ആര്യൻസ് ഹു റിയേർഡ് കാറ്റിൽ were known as tribes. കാലികളെ മേച്ച് നടന്നിരുന്ന ആര്യന്മാരുടെ ഗ്രൂപ്പിനെയാണ് ഗോത്രം അഥവാ ട്രൈബ്സ് എന്ന് വിളിക്കുന്നത്. ദ ചീഫ് ടൈൻ ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോൺ രാജൻ. ഓരോ ഗോത്രത്തിനും ഓരോ തലവന്മാരുണ്ടായിരുന്നു. ഗോത്ര തലവന്മാർ അറിയപ്പെട്ടത് രാജൻ എന്ന പേരിലാണ്. ദ ട്രൈബ്സ് ഫോർഡ് ഈച്ച് അതർ ഫോർ ദ പൊസിഷൻ ഓഫ് കാറ്റിൽ. കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. There were battles among different Aryan tribes as well as between the Aryans and the non-Aryans. ഗോത്രങ്ങൾ തമ്മിലും ആര്യന്മാരും ആര്യന്മാരല്ലാത്തവർ തമ്മിലും കന്നുകാലികൾക്ക് വേണ്ടി യുദ്ധങ്ങൾ നടത്തിയിരുന്നു. The Aryans possessed horses and weapons made of copper and bronze. കോപ്പർ ചെമ്പു കൊണ്ടും ബ്രോൺസ് വെങ്കലം കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളും കുതിരകളുമാണ് ആര്യൻസ് അവരുടെ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. വിത്ത് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ദേ കൺക്വയർ ദ നോൺ ആര്യൻസ്. ഇങ്ങനെ കുതിരകളും അവരുടെ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആര്യന്മാരല്ലാത്ത ജനവിഭാഗങ്ങളെ അവർ കീഴ്പ്പെടുത്തി. സോ ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ were known as ദാസാസ് ഓർ ദാസ്യൂസ്. ഇങ്ങനെ കീഴടക്കപ്പെട്ടവർ ആര്യന്മാരല്ലാത്തവരെ ആര്യന്മാരെ വെപ്പൺസും ഹോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി അല്ലെ. ഇങ്ങനെ കീഴ്പ്പെടുത്തിയ ജനങ്ങൾ അറിയപ്പെടുന്നത് ദാസാസ് അല്ലെങ്കിൽ ദാസ്യൂസ് എന്ന പേരിലാണ്. ഡ്യൂറിംഗ് ദ ഋഗ്വേദിക് പീരീഡ്, പീപ്പിൾ വർഷിപ്പ് ദ ഗോഡ്സ് സച്ച് ആസ് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി ആൻഡ് ഗോഡസസ് സച്ച് ആസ് അദിതി ആൻഡ് ഉഷാസ്. ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങൾ ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട ദൈവങ്ങളാണ് ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നിവ. അവർ ആരാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ദേവതന്മാരാണ് അദിതി ആൻഡ് ഉഷസ്. ദ പോട്ടറി യൂസ്ഡ് ഇൻ ദിസ് പീരീഡ് വാസ് ഗ്രേ ഇൻ കളർ ആൻഡ് വാസ് നോൺ ആസ് ഗ്രേ വെയർ. ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പോട്ടറിയാണ് അല്ലെങ്കിൽ മൺപാത്രങ്ങളൊക്കെ
ഗ്രേ നിറത്തിലുള്ളവയായിരുന്നു, അതായത് ചാരനിറത്തിലുള്ളവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോട്ടറികൾ അറിയപ്പെടുന്നത് ഗ്രേ വെയർ എന്ന പേരിലാണ്. There are such important questions for you. First one, what were the occupations of the Rigvedic age? ഋഗ്വേദിക് കാലഘട്ടത്തിലെ പ്രധാന തൊഴിലുകൾ ഏതെല്ലാം? കാറ്റിൽ റിയറിംഗ് ആൻഡ് അഗ്രികൾച്ചർ, കന്നുകാലി വളർത്തലും കൃഷിയുമാണ് ഋഗ്വേദിക് കാലഘട്ടത്തിലെ occupations. Second question, what could be the reason for giving such importance to cattle during the Rigvedic period? ഋഗ്വേദിക് കാലഘട്ടത്തിൽ കന്നുകാലികൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കാൻ എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്നാണ്. സോ ആൻസർ, ഡ്യൂറിംഗ് ദ ഋഗ്വേദിക് പീരിയഡ് ദ മെയിൻ ഒക്യുപ്പേഷൻ വാസ് കാറ്റിൽ റിയറിംഗ്. ഋഗ്വേദിക് പീരിയഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നത് കന്നുകാലികളെ വളർത്തലായിരുന്നു. കാറ്റിൽ വേർ കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് വെൽത്ത്. ഋഗ്വേദിക് കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്നറിയപ്പെടുന്നത് കാറ്റിലായിരുന്നു. കന്നുകാലികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് അവരുടെ സമ്പത്ത് നിർണ്ണയിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മെയിൻ ക്രോപ്പ് ദാറ്റ് കൾട്ടിവേറ്റഡ് ഡ്യൂറിംഗ് ദ ഋഗ്വേദിക് പീരിയഡ്? ഋഗ്വേദിക് പീരിയഡിൽ കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിള ഏതാണ്? ആൻസർ, ബാർലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വർ കോൾഡ് ട്രൈബ്സ് ഡ്യൂറിംഗ് ദ ഋഗ്വേദിക് ഏജ്? ഋഗ്വേദിക് കാലഘട്ടത്തിൽ ട്രൈബ്സ് അഥവാ ഗോത്രം എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? ആൻസർ, ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹു റിയർഡ് കാറ്റിൽ വർ നോൺ ആസ് ട്രൈബ്സ്. കന്നുകാലികളെ മേച്ചിരുന്ന ആര്യന്മാരുടെ ഗ്രൂപ്പിനെയാണ് ട്രൈബ്സ് അഥവാ ഗോത്രം എന്ന് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ചീഫ് ഓഫ് എ ട്രൈബ് ഇൻ ദി വേദിക് ഏജ്? ഋഗ്വേദിക് പീരിയഡിലെ ഗോത്രത്തിൻ്റെ തലവൻ, അതിൻ്റെ ലീഡർ അല്ലെങ്കിൽ ചീഫ് ആരാണ്? ആൻസർ, രാജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വർ കോൾഡ് ദാസാസ് ഓർ ദാസ്യൂസ് ഇൻ ഋഗ്വേദിക് ഏജ്? ഋഗ്വേദിക് പീരിയഡിൽ ദാസാസ് അല്ലെങ്കിൽ ദാസ്യൂസ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ആൻസർ, ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ വർ നോൺ ആസ് ദാസാസ് ഓർ ദാസ്യൂസ്. ആര്യന്മാർ കീഴ്പ്പെടുത്തിയിട്ടുള്ള ജനങ്ങൾ അറിയപ്പെടുന്നത് ദാസാസ് അല്ലെങ്കിൽ ദാസ്യൂസ് എന്ന പേരിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഗോഡ്സ് ആൻഡ് ഗോഡസസ് ഓഫ് ദി ഋഗ്വേദിക് ഏജ്? ഋഗ്വേദിക് കാലഘട്ടത്തിലെ ദൈവങ്ങളുടെയും ദേവതകളുടെയും പേരുകൾ എഴുതാനാണ്. സോ പ്രധാനപ്പെട്ട ഗോഡ്സ് ആണ്, ദൈവങ്ങളാണ് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി. ഗോഡസസ് പ്രധാനപ്പെട്ട ദേവതകളാണ് അദിതി ആൻഡ് ഉഷസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് പോട്ടറി യൂസ്ഡ് ഇൻ ദ ഋഗ്വേദിക് പീരിയഡ്? ഋഗ്വേദിക് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ ഏത് തരത്തിലുള്ളവയായിരുന്നു? ആൻസർ, ഗ്രേ വെയർ പോട്ടറി. Then in your textbook, here is an important activity for you. Compare the social life of the Rigvedic period with that of the Harappa based on the following indicators. Indicators are occupations and tools. താഴെ തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദിക് കാലഘട്ടത്തിലെ ഹരപ്പയിലെ ജീവിതവുമായി, ഋഗ്വേദിക് കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെ ഹരപ്പയിലെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുക എന്നതാണ് ആക്ടിവിറ്റി. തന്നിട്ടുള്ള സൂചകങ്ങളാണ് ഒക്യുപ്പേഷൻസ്, ജോലികൾ, ആൻഡ് ടൂൾസ്, ഉപകരണങ്ങൾ. സോ ദ ആൻസർ, ഹരപ്പൻ സിവിലൈസേഷനിലെ ടൂൾസ് ആണ് മെയ്ഡ് വിത്ത് കോപ്പർ ആൻഡ് ബ്രോൺസ്. ഹരപ്പൻ സിവിലൈസേഷനിലെ ടൂൾസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കോപ്പറും ബ്രോൺസും ഉപയോഗിച്ചിട്ടാണ്. ഹരപ്പൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ അഗ്രികൾച്ചർ, കൃഷിയാണ്. ദെൻ അതർ ഒക്യുപ്പേഷൻസ് ആർ ബ്രിക്സ് മേക്കിംഗ്, ഇഷ്ടിക നിർമ്മാണം, പോട്ടറി മേക്കിംഗ്, മൺപാത്ര നിർമ്മാണം, ജ്വല്ലറി മേക്കിംഗ്, ഓർണമെൻറ്റ്സിൻ്റെ നിർമ്മാണം, വീവിംഗ്, തുന്നൽ, ട്രേഡ്, കച്ചവടം എന്നിവയാണ്. ഋഗ്വേദിക് ഏജ്, ഋഗ്വേദിക് പീരിയഡിലെ ടൂൾസ് മെയ്ഡ് വിത്ത് കോപ്പർ ആൻഡ് ബ്രോൺസ്. ഹരപ്പൻ സിവിലൈസേഷനിലെ അതേ ടൂൾസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലേ? കോപ്പറും ബ്രോൺസും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ടൂൾസാണ്. മേജർ ഒക്യുപ്പേഷൻ കാറ്റിൽ റിയറിംഗ് ആണ്, കന്നുകാലികളെ വളർത്തലാണ്. അതർ ഒക്യുപ്പേഷൻസ് ആർ അഗ്രികൾച്ചർ, കൃഷി, പോട്ടറി മേക്കിംഗ്, മൺപാത്ര നിർമ്മാണം, വീവിംഗ്, തുന്നൽ, ട്രേഡ്, കച്ചവടം,
ജ്വല്ലറി മേക്കിംഗ് ഇവയെല്ലാം ഋഗ്വേദിക് കാലഘട്ടത്തിലെ മറ്റു പ്രധാനപ്പെട്ട ജോലികളാണ്. സബ്സ്ക്രൈബ് മൈ ചാനൽ. Press bell icon for new notifications. Thank you for watching my video.